എനിക്ക് അദ്ദേഹം ഒരു ശക്തനുമല്ല, ഒരു എതിരാളിയല്ല. മനസ്സിലായല്ലോ? ഞാൻ പിന്നെ ടീച്ചർക്കെതിരെ മത്സരിച്ചതാണ്. പറഞ്ഞ മനസ്സിലായാലും എന്നിട്ട് 90,000 വോട്ടിന് ജയിച്ചതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം അവരോട് മത്സരിച്ചിട്ട് 98,000 വോട്ടിന് ജയിച്ച എനിക്ക് വേറെ MP ജയരാജൻ പാവം. എന്ത് ചോദ്യമായി, പരിഹസിക്കുന്ന ചോദ്യമല്ലേ ഇത്? ഇല്ലെങ്കിൽ ആരെങ്കിലും മത്സരിക്കുവല്ല ചെയ്യാ? വിജയപ്രതീക്ഷയില്ലാത്തൊരു മത്സരമുണ്ടോ രാജ്യത്തേടെങ്കിലും? ഇനി തോക്കുമെന്ന് മനസ്സിനകത്തുണ്ടെങ്കിൽ പോലും വിജയപ്രതീക്ഷ വെച്ചല്ലേ ഒരാൾ മത്സരിക്കുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതിരിക്കാൻ എന്ത് കാരണമുള്ളത് നിങ്ങൾക്ക്? ഞങ്ങൾ ജയിച്ച കോൺസ്റ്റിറ്റ്യൻസി, എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി, ഞാൻ ജയിച്ച കോൺസ്റ്റിറ്റ്യൻസി, അതും ഏതാണ്ട് 1,00,000 വോട്ടിന് ജയിച്ചൊരു കോൺസ്റ്റിറ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം അപ്രസക്തമല്ലേ? അത് ഞാൻ എൻ്റെ തീരുമാനമായിരുന്നു. ഇപ്പോൾ പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞല്ലോ, പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മത്സരിച്ചതാണ് ഷാഫി, അങ്ങനെ മാറിയതാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുരളി. അല്ല, പാർട്ടി പറഞ്ഞിട്ടാണ്. KC വേണുഗോപാൽ പാർട്ടി പറഞ്ഞിട്ടാണ്. KC വേണുഗോപാലും പാർട്ടിയും മറ്റ് നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കാന്ന് ഈ പാർട്ടിനകത്ത് നിൽക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് അന്നേ പറഞ്ഞില്ല, പാർട്ടി പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരും. ഒരു റിസ്കുമില്ല പാലക്കാട് നമുക്കൊരു റിസ്ക്കും വരാൻ സാധ്യതയില്ല. അടുത്ത അസംബ്ലി ഇലക്ഷൻ ബൈലേഷൻ വന്ന നിങ്ങൾക്ക് റിസൾട്ട് നമ്മൾ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ വളരെ ഫേവറായി. ഷാഫിയുടെ ഒക്കെ നേതൃത്വം അവിടെ പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല യങ്സ്റ്റേഴ്സ് ഇപ്പം നമുക്ക് അവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കതിനകത്തൊരു ഭയവും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ അത്ര ധൈര്യത്തിൽ ഷാഫിയോട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ CPM സൈബർ ടീമുകളും നേതാക്കളും എല്ലാവരും സുധാകരൻ BJP-യിലേക്ക് പോകും. അതായത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ പോകുന്ന അവരല്ലേ തീരുമാനിക്കുന്നത്. എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ് ആണ്, എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ്, എന്ത് എവിഡൻസ് ആണ് അവർക്ക്? എന്തിന്റെ പുറത്തായി പറയുന്നത്? ഇത് ഭ്രാന്ത് കിട്ടിയവൻ പുലമ്പുന്നത് പോലെയല്ലേ? എന്താ അതിന്റെ ബേസ്? അവരുടെ ബേസ് എന്താ? എന്തിന്റെ ബേസിൽ അവരെ പറയുന്നത്? ആ പറയുന്നവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, എന്നോടല്ലേ ചോദിക്കേണ്ടത്. വലിയ തോതിലാണ് പ്രചരിപ്പിക്കുന്നത്. പ്രചരിപ്പിച്ചാലൊന്നും ജനങ്ങൾ മുമ്പ് പോലും കുറെ കാലമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വർഷങ്ങളായി BJP പോകുന്നു പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഈ രാജ്യത്ത് ആ ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഒന്ന് CPM-ന്റെ ഈ പ്രചരണത്തെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല. ഒന്നുകൂടെ അവരതിന്റെ പിറകിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം പ്രചരണങ്ങൾ ഉപകരിക്കും. അവരുടെ വിശ്വാസത്തെ തകർക്കാൻ ഏശാത്തൊരു പ്രചരണം, അത് സംശയം എന്താ കാര്യത്തിൽ? ഞാൻ ചോദിക്കുന്ന, അവർ ഇത്ര കാലമായി പറഞ്ഞിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ ഞാൻ BJP പോകുന്നു? സാധാരണക്കാരെ ആരെങ്കിലും സുധാകരൻ BJP പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇവരെത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ഇവരെ വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ? സമൂഹത്തിൽ എന്ത് വിശ്വാസ്യതയായ ദേശാഭിമാനിക്കും CPM-നും? എന്തുകൊണ്ടാ ഈ നിരന്തരമായ നെറികെട്ട പ്രവചനവും കൊണ്ടല്ലേ? അവരെ വിശ്വസിക്കുന്നുണ്ടോ ജനം? എന്ത് ദേശാഭിമാനി? എത്ര വിശ്വാസ്യതയുണ്ട് ദേശാഭിമാനിക്ക്? എത്ര പത്രമുണ്ട് കേരളത്തിൽ? ഈ ഏറ്റവും കുറഞ്ഞ വിശ്വാസ്യതയുള്ള പത്ര ദേശാഭിമാനി. സഖാക്കൾക്ക് മാത്രം വിശ്വാസമുള്ള ഒരു പത്രം ദേശാഭിമാനിയാണ്. സിദ്ധാർത്ഥിന്റെ മരണം വലിയ തോതിൽ ചർച്ചയാവാൻ വേണ്ടി പോവുകയാണ്. ഇലക്ഷൻ പ്രചരണമായി മാറുമോ? ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഈ വിഷയം വന്നില്ലെങ്കിൽ പിന്നെ ഏത് വിഷയം വരിക? ഇലക്ഷന്റെ പ്രചരണ രംഗത്ത് ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത മൃഗീയമായ പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന് പച്ചക്കൊടി കാട്ടി ആളുകളെ ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെ ഇലക്ഷൻ പ്രചരണ രംഗത്ത് വരാതിരിക്കല്? വരില്ലേ? എനിക്ക് അദ്ദേഹം ഒരു ശക്തനുമല്ല, ഒരു എതിരാളിയല്ല. മനസ്സിലായല്ലോ? ഞാൻ പിന്നെ ടീച്ചർക്കെതിരെ മത്സരിച്ചതാണ്. പറഞ്ഞ മനസ്സിലായാലും എന്നിട്ട് 90,000 വോട്ടിന് ജയിച്ചതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം അവരോട് മത്സരിച്ചിട്ട് 98,000 വോട്ടിന് ജയിച്ച എനിക്ക് വേറെ MP ജയരാജൻ പാവം.